ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാമന ചെയ്തു വെക്കുന്നത്. ദിയ കൃഷ്ണ തന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്ളോഗ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാര പിന്നെയും നേരെ പോയിരിക്കുകയാണ്. ലോട്ടറി എടുത്തൂടെ? ആവശ്യമില്ല, എന്നാലും ഒന്ന് എടുത്തു നോക്ക്, അടിച്ചാലോ. കാര്യം ആഹാരക്ക് ഇപ്പൊ അത്രയും ഭാഗ്യമുണ്ടെന്നേ. ചറപറാ ഏറിപ്പോവുകയാണ്. ഈ സൈഡ് നിൽക്കുന്നത് ഇവരുടെ അപ്പച്ചിയാണ്. ഓക്കെ, ഈ ഭാഗം എന്താണെങ്കിലും ഇപ്പൊ ഇവരുടെ വീഡിയോക്കകത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു പ്ലേ ചെയ്യാം. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് ആഹാനയ്ക്ക് മാറ്റണം. അതിനു വേണ്ടി കളിച്ച ഒരു പരിപാടി. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അപ്പച്ചി അവിടെ നിന്ന് ഒന്നിയെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. ഈ ചെറിയ മക്കൾ വളരുമ്പോ അല്ല അവരുടെ മക്കള് ഈ ഫോട്ടോ നോക്കിട്ട് ഇതാരാന്ന് ചോദിച്ചാ ഏത് വല്യച്ഛൻ, ഏത് ചെറിയച്ഛൻ, ഏതമ്മാവെന്ന് പറയാ? ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ചരിത്രം വഷളാക്കണോ? വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട. എന്നാ അപ്പച്ചി അവിടെ ഇരുന്നേരെ എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഗൈസ്. ഇതാണ് പറയുന്നത് മണി കാൺ ബൈ ക്ലാസ്. അതിന് എങ്ങനെയൊക്കെ മിനുക്കിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉണ്ടാവൂല. ആഗ്രഹമേ കുറെ സ്വത്തും മുതലും ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. പൈസ ഇന്ന് വരും, നാളെ പോവും. ദുനിയാവിൽ അതിനേക്കാൾ വില മതിക്കാനാവാത്ത ഒന്നുണ്ട്. എന്താണെന്നറിയോ? സ്നേഹം. ഇങ്ങക്ക് അതിന്റെ വില അറിഞ്ഞൂടാ. വീട്ടിലൊരു വേലക്കാരി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോലും ഞാൻ ഇങ്ങനെ പെരുമാറില്ല. 1,00,000 ഉറുപ്പിക തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. നിനക്ക് എത്ര വയസ്സായി? ഇനി എപ്പോഴാണ്ട് ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ?